തീർച്ചയായിട്ടും കൈപ്പള്ളി ഇതാ കായൽപ്പരപ്പിനോ ഓളത്തിന് തീ പിടിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അവിടുന്ന് 4 ചുണ്ടന്മാർ അവിടുന്ന് പുറപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. റെഡിയായി മുന്നോട്ട് വരികയാണ്. ഒന്നാമത്തെ ട്രാക്കിൽ പായിപ്പാടൻ നമ്പർ 2, രണ്ടാമത്തെ ട്രാക്കിൽ ആലപ്പാടൻ, മൂന്നാമത്തെ ട്രാക്കിൽ ആയപ്പറമ്പ് പാണ്ടി, 4-ാം ട്രാക്കിൽ ആനാരി ചുണ്ടൻ. ഈ 4 ചുണ്ടനും ഒന്നൊന്ന് കുത്തിത്തൊഴിഞ്ഞുകൊണ്ട് ആവേശത്തോടു കൂടി കടന്നു വരുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഓരോ ഘട്ടത്തിലും ഓരോ ഓളത്തിലും ഇത് ആഞ്ഞു നിൽക്കുന്നു. ആ രാജി മുന്നോട്ട് വരുന്നു. ആ രാജി മുന്നോട്ട് വന്നുകൊണ്ട് മുന്നോട്ട് വരുന്ന ഒരു കാഴ്ച കാണാം. നമ്മളാരും പ്രതീക്ഷിക്കുന്ന പോലെയല്ല. നമുക്കറിയാം പായിപ്പാടൻ നിരവധി തവണ പുന്നമടക്കായലിലെ പൊന്നോളകളെ വകഞ്ഞു മാറ്റിക്കൊണ്ട് പാഞ്ഞു വന്നിട്ടുള്ള പായിപ്പാടൻ 1ഉം 2ഉമല്ല നിരവധി തവണ ഈ പുന്നമടക്കായലില് 4 തവണ ഒന്നാന്തരമായിട്ട് മുന്നേറി വന്നുകൊണ്ട് ജലരാജാവാണ് താനെന്ന് തെളിയിച്ചിട്ടുള്ള പായിപ്പാടൻ ചുണ്ടനാണ് ഒന്നാമത്തെ ട്രാക്കിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. 2ാം ട്രാക്കിൽ തൊട്ടു പിന്നാലെ ഇതാ ആലപ്പാടൻ ചുണ്ടൻ, സൗത്ത് പറവൂർ ബോട്ട് ക്ലബിന്റെ ആലപ്പാടൻ ചുണ്ടനുണ്ട്. ഒരു അട്ടിമറി നടത്തുവാൻ വേണ്ടി ആയപ്പറമ്പ് പാണ്ടി, മങ്കൊമ്പ് തെക്കേക്കര ബോട്ട് ക്ലബിന്റെ ആയപ്പറമ്പ് താണ്ടി വരുന്നുണ്ട്. അതിനും പിന്നിൽ ഇതാ ആനാരി ജീസസ് ബോട്ട് ക്ലബിന്റെ ആനാരി, കൊല്ലത്ത് കുത്തിത്തൊഴയുന്ന കൊല്ലത്തുകാരുടെ ആനാരി ചുണ്ടൻ വരുന്നു. കണ്ണൻ നായരെ ആവേശം കൂടുതലാകുമെന്നറിയാം. ആനാരി ചുണ്ടൻ 4ാമത്തെ ട്രാക്കിൽ പാഞ്ഞു വരികയാണ്. എങ്ങനെ തോന്നുന്നു? എന്തൊരു കാഴ്ചയായത്! ആരാ ഒന്നാമത്, ആരാ രണ്ടാമത് എന്ന് പ്രവചിക്കുക അസാധ്യമാണ്. കട്ടയ്ക്കുള്ള പോരാട്ടം. 1ാം ട്രാക്കിലെ പായിപ്പാടനാണോ, 2ാം ട്രാക്കിലെ ആലപ്പാടനാണോ, 3ാം ട്രാക്കിലെ ആയാവറവ് പാണ്ടിയാണോ, 4ാം ട്രാക്കിലെ ആനാരിയാണോ, ഒന്നും പറയാൻ സാധിക്കില്ല. ഏതാണ്ട് പകുതി ദൂരം പിന്നിട്ടിരിക്കുന്നു. ഇഞ്ചോടിഞ്ച് പോരാട്ടം, കട്ടയ്ക്കുള്ള പോരാട്ടം. വലിയ ആവേശത്തോടു കൂടി കുത്തിത്തൊഴിഞ്ഞും പാടിത്തൊഴിഞ്ഞും വരുന്നൊരു കാഴ്ചയാണ്. എന്തൊരു രസമുള്ള കാഴ്ചയാണ്. ആനാരി വേഗം എന്ന് പറഞ്ഞുകൊണ്ട് ആർപ്പ് വിളിക്കുന്ന ആനാരിയെ സ്വീകരിക്കുന്ന ആൾക്കാരുണ്ട്, ആനാരിയെ ആഘോഷമാക്കുന്ന ആൾക്കാരുണ്ട്. ആലപ്പാട വേഗം എന്ന് പറഞ്ഞുകൊണ്ട് ആലപ്പാടനെ അവരുടെ ഫാൻസായ ആൾക്കാരുണ്ട്. ആയാപറമ്പ് പാണ്ടി വേഗം എന്ന് പറഞ്ഞുകൊണ്ട് ആയാപറമ്പ് പാണ്ടിയുടെ ഫാൻസായിട്ടുള്ള ആൾക്കാരുണ്ട്. ആനാരിയുടെ ആൾക്കാരുണ്ട്. 1954 പുറത്തിറങ്ങിയ ആനാരി പാണ്ടി 4ാം ട്രാക്കിൽ വരുമ്പോൾ 3ാം ട്രാക്കിൽ ആയാപറമ്പ് പാണ്ടി, 2ാം ട്രാക്കിൽ ആലപ്പാടൻ, 1ാം ട്രാക്കിൽ പായിപ്പാടൻ നമ്പർ 2. ഹാട്രിക്ക് നേടിയിട്ടുള്ള വള്ളമാണ് പായിപ്പാടൻ നമ്പർ 2. അങ്ങനെ 4 വള്ളങ്ങൾ കട്ടയ്ക്ക് പ്രവചിക്കുക അസാധ്യമാണ്. എനിക്ക് തോന്നുന്നു കണ്ണൻ നായരെ ആനാരി ചുണ്ടൻ ഒന്നാമത് തന്നെ മുന്നിൽ നിൽക്കുന്നുണ്ട്. തൊട്ടു പിന്നിലായ ആയപ്പറമ്പ് പാണ്ടിയാണ്. ഇത് തുടക്കമെടുക്കുമ്പോഴാണ് സ്പീഡ് എടുക്കാതെയുള്ള വരമാണ്, തന്ത്രങ്ങളുണ്ട്. വെറുതെ കൈക്കരുത്ത് മാത്രമല്ല, ഫിനിഷിംഗ് കൊടുക്കുമ്പോൾ സ്പ്രിന്റ് അടിക്കേണ്ടി വരും. 200 മീറ്ററിന് മുമ്പ് സ്പ്രിന്റ് അടിച്ചുകൊണ്ട് ഇത് വള്ളങ്ങൾ തൊഴിച്ചിൽ 3 രീതിയാണ്. ആദ്യം കുത്തിത്തൊഴിഞ്ഞ് സ്പീഡ് വരും, അതിനുശേഷം തുഴയെന്ന് നയിക്കും. അതായത് ഒരു 400 മീറ്റർ അവസാനമാകുമ്പോഴേക്കും വീണ്ടും കൈക്കരുത്ത് കാട്ടി മുന്നോട്ട് വരുന്നത്. കൈക്കരുത്ത് കാട്ടി തുടങ്ങിയിരിക്കുന്നു 4ാം ട്രാക്കിലുള്ള ആനാരി. നമുക്ക് പറയാൻ സാധിക്കും 4ാം ട്രാക്കിലുള്ള ആനാരി മറ്റു ചുണ്ടനുകളെ വള്ളപ്പാടുകൾ ഏതാണ്ട് 2 വള്ളപ്പാടുകളും പിന്നിലാക്കി ഹീറ്റ്സ് മത്സരങ്ങളിൽ ഒന്നാമതായി കുതിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജീസസ് ബോട്ട് ക്ലബ്ബാണ് ആനാരി ചുണ്ടൻ. കണ്ണൻ നേരത്തെ പറഞ്ഞ പോലെ കുത്തിത്തൊഴയുന്ന ആനാരി ചുണ്ടൻ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാറ്റമില്ല. ഓളങ്ങളെ മുഴുവൻ മാറ്റിക്കൊണ്ട് 4ാമത്തെ ട്രാക്കിലൂടെ ആനാരി ചുണ്ടൻ ഇതാ കരുത്തോടുകൂടി മുന്നോട്ട് വരുന്ന കാഴ്ചയാണ്. 100 കൈകൾ ഒരേ താളത്തിൽ ഒരേ വേഗത്തിൽ അപരവും മണിയവും മുന്നിൽ ചെന്നുകൊണ്ട് അതേ അവസ്ഥ വരുന്നു.